ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്നലെ ഒരു മോള് എനിക്ക് മെസ്സേജ് അയച്ചു, ഫ്രാൻസിസ്കൻ കിരീട ജപമാലയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. ആ മോളുടെ ആഗ്രഹപ്രകാരമാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ. പരിശുദ്ധ അമ്മ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഏറെ അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന ഈ 8 നോമ്പിൽ എന്താണ് ഫ്രാൻസിസ്കൻ കിരീട ജപമാലയെന്ന് നമുക്കൊന്ന് നോക്കാം. സാധാരണ ജപമാല ചൊല്ലുന്നത് പോലെ തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം എന്താണ് ഈ ജപമാല? കന്യകാമറിയത്തിൻ്റെ 7 സന്തോഷങ്ങളെന്നും അറിയപ്പെടുന്ന ഫ്രാൻസിസ്കൻ കിരീട ജപമാല മറിയത്തിൻ്റെ ജീവിതത്തിലെ സന്തോഷകരമായ സംഭവങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ജപമാലയാണ്. 15-ാം നൂറ്റാണ്ടിലോ 16-ാം നൂറ്റാണ്ടിലോ ജപമാല പ്രചാരത്തിലായതു മുതൽ കത്തോലിക്കർ സമാനമായ നിരവധി ഭക്തികൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത്തരമൊരു ഭക്തിയാണ് ഫ്രാൻസിസ്കൻ കിരീട ജപമാല, അല്ലെങ്കിൽ സെറാഫിക് ജപമാല, അതുമല്ലെങ്കിൽ മറിയത്തിൻ്റെ 7 സന്തോഷങ്ങൾ. ഇങ്ങനെ പല പേരുകളിലാണ് ഈ ജപമാല അറിയപ്പെടുന്നത്. എല്ലാ വർഷവും ഓഗസ്റ്റ് 27-ന് കന്യകാമറിയത്തിൻ്റെ 7 സന്തോഷങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ഇനി ഈ ഫ്രാൻസിസ്കൻ കിരീട ജപമാലയുടെ ചരിത്രം എന്തെന്ന് നമുക്കൊന്ന് നോക്കാം. പാരമ്പര്യമനുസരിച്ച് 15-ാം നൂറ്റാണ്ടിൽ ഒരു യുവ ഫ്രാൻസിസ്കൻ നോവിസിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് അവളുടെ 7 സന്തോഷങ്ങളുടെ ബഹുമാനാർത്ഥം 7 ദശകം ജപമാല ദിവസവും ചൊല്ലുന്നതിലൂടെ പുഷ്പങ്ങളുടെ ഭൗതികമായ കിരീടത്തേക്കാൾ അവൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഒരു കിരീടം എങ്ങനെ തയ്യാറാക്കാമെന്ന് നിർദ്ദേശം നൽകി. അങ്ങനെയാണ് ഫ്രാൻസിസ്കൻ കിരീട ജപമാല രൂപം കൊണ്ടത്. ഇനി മറിയത്തിൻ്റെ ഈ 7 സന്തോഷങ്ങൾ ജപമാലയുടെ 5 സന്തോഷകരമായ രഹസ്യങ്ങളുമായി വളരെ സാമ്യമുള്ളതാണ്. ഈ 7 സന്തോഷങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. മംഗളവാർത്ത. 2. മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നു. 3. ഈശോയുടെ ജനനം. 4. ജ്ഞാനികളുടെ സന്ദർശനം. 5. ഈശോയെ ദേവാലയത്തിൽ കണ്ടെത്തുന്നു. 6. യേശുവിൻ്റെ പുനരുദ്ധാനം. 7. മറിയത്തിൻ്റെ സ്വർഗാരോപണം, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കിരീടധാരണ. ഇതൊരു ലളിതമായ ഭക്തിയാണ്. നിലവിലുള്ള ഒരു ജപമാലയോ അല്ലെങ്കിൽ 10 മണികളുടെ 7 സെറ്റുള്ള ഒരു പ്രത്യേക ഫ്രാൻസിസ്കൻ കിരീട ജപമാലയോ ഉപയോഗിച്ച് നമുക്ക് ഈ ജപമാല ചൊല്ലാവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മുടെ കയ്യിലുള്ള സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ജപമാല ഉപയോഗിച്ചും നമുക്കിത് ചൊല്ലാം. അതല്ലെങ്കിൽ ഒരു പ്രത്യേക ജപമാലയുണ്ട്, അതായത് 7 സെറ്റുള്ള ഫ്രാൻസിസ്കൻ കിരീട ജപമാല, അതുപയോഗിച്ചും നമുക്കിത് ചൊല്ലാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഫ്രാൻസിസ്കൻ കിരീട ജപമാല പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. തുടക്കത്തിൽ നമ്മൾ കുരിശടയാളം വരച്ച് നമ്മെ തന്നെ വിശുദ്ധീകരിക്കുക. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അതിനുശേഷം ഒരു കൊച്ചു പ്രാരംഭ പ്രാർത്ഥനയുണ്ട്. അതിങ്ങനെയാണ്: ഓ ദൈവമേ, എൻ്റെ സഹായത്തിന് വരൂ. ഓ കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരൂ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഇനി നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഓരോ സന്തോഷങ്ങളെ ധ്യാനിച്ചുകൊണ്ടാണ് ചൊല്ലേണ്ടത്. 1-ാം സന്തോഷം മംഗളവാർത്ത. അതിനുശേഷം നമ്മൾ ഒരു സ്വർഗസ്ഥനായ പിതാവേ, പിന്നെ 10 നന്മ നിറഞ്ഞ മറിയും, ഒരു ത്രിത്വ സ്തുതിയും ചൊല്ലുക, സാധാരണ നമ്മൾ ജപമാല ചൊല്ലുന്നത് പോലെ. അതിനുശേഷം 2-ാം സന്തോഷ രഹസ്യം മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നു. ഒരു സ്വർഗസ്ഥനായ പിതാവേ, 10 നന്മ നിറഞ്ഞ മറിയം, ഒരു ത്രിത്വ സ്തുതി. 3-ാം സന്തോഷ രഹസ്യം ഈശോയുടെ ജനനം. ഒരു സ്വർഗസ്ഥനായ പിതാവേ, 10 നന്മ നിറഞ്ഞ മറിയം, ഒരു ത്രിത്വ സ്തുതി. 4-ാം സന്തോഷ രഹസ്യം ജ്ഞാനികളുടെ സന്ദർശനം. ഒരു സ്വർഗസ്ഥനായ പിതാവേ, 10 നന്മ നിറഞ്ഞ മറിയം, ഒരു ത്രിത്വ സ്തുതി. 5-ാം സന്തോഷ രഹസ്യം ഈശോയെ ദേവാലയത്തിൽ കണ്ടെത്തുന്നു. ഒരു സ്വർഗസ്ഥനായ പിതാവേ, 10 നന്മ നിറഞ്ഞ മറിയം, ഒരു ത്രിത്വ സ്തുതി. 6-ാം സന്തോഷ രഹസ്യം യേശുവിൻ്റെ പുനരുദ്ധാനം. ഒരു സ്വർഗസ്ഥനായ പിതാവേ, 10 നന്മ നിറഞ്ഞ മറിയം, ഒരു ത്രിത്വ സ്തുതി. 7-ാമത്തെ സന്തോഷ രഹസ്യം മറിയത്തിൻ്റെ സ്വർഗാരോപണം. ഒരു സ്വർഗസ്ഥനായ പിതാവേ, 10 നന്മ നിറഞ്ഞ മറിയം,
ഒരു ത്രിത്വസ്തുതി. ഇങ്ങനെ ഇപ്രകാരം 7 സന്തോഷ രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് 10 നന്മ നിറഞ്ഞ മറിയം ചൊല്ലി അവസാനിപ്പിച്ച ശേഷം ഏറ്റവും അവസാനം ഒരു കൊച്ചു സമാപന പ്രാർത്ഥന കൂടിയുണ്ട്. അതിങ്ങനെയാണ്: ദൈവമേ, അങ്ങയുടെ ഏകജാതനായ പുത്രൻ തൻ്റെ ജീവിതം, മരണം, പുനരുത്ഥാനം എന്നിവയാൽ നിത്യജീവൻ പ്രദാനം ചെയ്തു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അതിവിശുദ്ധ ജപമാലയിൽ ഈ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നതിലൂടെ അവയിൽ അടങ്ങിയിരിക്കുന്നത് അനുകരിക്കാനും അവ വാഗ്ദാനം ചെയ്യുന്നത് നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ നേടാനും ഞങ്ങളെ അനുവദിക്കണമേ. ആമേൻ. അവസാനം കുരിശടയാളത്തോടെ നമുക്ക് ഈ ജപമാല അവസാനിപ്പിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ലളിതമായ ഒരു ജപമാലയാണ്. നമുക്കെല്ലാവർക്കും ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.